റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ആരോഗ്യവകുപ്പ് വ്യാപക ബോധവൽക്കരണം നടത്തിയിട്ടും സംസ്ഥാനത്ത് വീടുകളിലെ പ്രസവം കുറയുന്നില്ല. 2024-25 കേരളത്തിൽ 428 പ്രസവങ്ങളാണ് വീടുകളിൽ നടന്നത്. ആരോഗ്യവകുപ്പ് നൽകിയ വിവരാവകാശ മറുപടിയിലാണ് കണക്കുകൾ പുറത്തുവന്നിരിക്കുന്നത്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ വീട്ടിലെ പ്രസവം നടന്നത്. തിരുവനന്തപുരത്ത് 21 പ്രസവങ്ങളും കൊല്ലത്ത് 20 പ്രസവങ്ങളുമാണ് വീടുകളിൽ നടന്നത്. സ്വാന്തന സാജു നൽകും വിശദാംശങ്ങൾ. സ്വാന്തന, ബോധവൽക്കരണം കൊണ്ടും കാര്യമില്ല. പല സംഭവങ്ങളും ഇതിനോടകം തന്നെ പലയിടത്തായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ തന്നെ ഈ വീട്ടുപ്രസവങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് മലപ്പുറത്താണ് നടക്കുന്നത്, അല്ലേ? ശ്രുതി, വീട്ടിൽ പ്രസവിക്കുമ്പോൾ ഉണ്ടാകുന്ന സങ്കീർണതകൾ, അത് അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാകാൻ സാധ്യതയുള്ള സങ്കീർണതകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ആശുപത്രികളിൽ എത്തി പ്രസവിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ആദ്യഘട്ടം മുതൽക്ക് തന്നെ നൽകിയിരുന്നത്. അങ്ങനെ വീട്ടിൽ പ്രസവിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി നിരവധി പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണവും ഒക്കെ സർക്കാർ നൽകി വരികയായിരുന്നു. അതിനിടയ്ക്കാണ് കഴിഞ്ഞ വർഷത്തെ കണക്ക് ഇപ്പോൾ എന്തായാലും പുറത്തു വന്നിരിക്കുന്നത്. 428 പേർ 2024-25 കാലയളവിൽ വീട്ടിൽ പ്രസവിച്ചിട്ടുണ്ട് എന്നുള്ള ആരോഗ്യവകുപ്പിന്റെ വിവരാവകാശ രേഖയാണ് ശ്രുതി എന്തായാലും പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ 2023-24 കണക്ക് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് ശ്രുതി. കാരണം 2023-24 500-ലധികം വീട്ടുപ്രസവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. കൃത്യമായി പറയുകയാണെങ്കിൽ 523 പേരാണ് വീട്ടിൽ പ്രസവിച്ചത്. പക്ഷേ അതിൽ നിന്ന് കണക്കുകൾ കുറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ആളുകൾ വീട്ടിൽ പ്രസവിച്ചത് മലപ്പുറം ജില്ലയിലാണ്. 191 പ്രസവങ്ങളാണ് മലപ്പുറം ജില്ലയിൽ വീടുകളിൽ നടന്നിട്ടുള്ളത് എന്നാണ് ഈ ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം വ്യക്തമാക്കുന്നത്. അതിൽ മാത്രമല്ല ഏറ്റവും കുറവ് വീട്ടിൽ പ്രസവിച്ചിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. അവിടെ 6 പേർ മാത്രമാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക് പ്രകാരം വീട്ടിൽ പ്രസവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇനി മറ്റു ജില്ലകളുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ 9, കോട്ടയത്ത് 10, ഇടുക്കിയിൽ 37, എറണാകുളത്ത് 24, തൃശ്ശൂരിൽ 15, പാലക്കാട് 16, കോഴിക്കോട് 24, വയനാട് 24, കണ്ണൂർ 16, കാസർഗോഡ് 15 എന്നിങ്ങനെയാണ് ശ്രുതി മറ്റ് ജില്ലയിലെ കണക്കുകൾ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറവ് തന്നെയാണ്. മാത്രവുമല്ല നിരന്തരമായി ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. കാരണം അത്തരത്തിൽ വീടുകളിൽ പ്രസവിക്കുമ്പോൾ ഉണ്ടാകുന്ന സങ്കീർണത, അതുമായി ബന്ധപ്പെട്ട പല വാർത്തകളും നമ്മൾ പുറത്തു വന്നതാണ്. അമ്മയുടെയും കുഞ്ഞിന്റെയും ഒക്കെ മരണം സംഭവിക്കുന്ന കാഴ്ചകളും ഒക്കെ തന്നെയും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അശാസ്ത്രീയമായ അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ആശുപത്രികളിൽ, പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികളിലാണെങ്കിൽ കേരളത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആശുപത്രികളിലേക്ക് വന്ന് ഇത്തരത്തിൽ ഈ സങ്കീർണതകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രസവം, അതുമായി ആളുകൾ മുന്നോട്ടേക്ക് പോകണമെന്നുള്ള ഒരു അറിയിപ്പ് അത് എല്ലാ വർഷവും നൽകുന്നുണ്ട്. അത് ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് എന്നുള്ളത് കാര്യം കൂടിയാണ് ശ്രുതി ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. വീട്ടിലെ പ്രസവം കൊണ്ടുണ്ടാകുന്ന സങ്കീർണതകൾ, അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ജീവഹാനി വരെയുള്ള കാര്യങ്ങളൊക്കെ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ നമ്മൾ